ഈ വർഷത്തെ നിങ്ങളുടെ വിശ്വസദ്യയാകട്ടെ നാവിൻ തുമ്പത്തെ മറക്കാനാവാത്ത രുചികൂട്ടുകളുടെ വിസ്മയം. അങ്ങനെ ഒരു വിസ്മയം തീർക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൂടെ കൂടിക്കോളൂ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഒത്തന്റിക് മാമ്പഴ പുളിശ്ശേരിയാണ്. 2 മാങ്ങയിലാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. 2 മാങ്ങ, കുറച്ച് വെള്ളം ഒഴിക്കുക, ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് നടുക്കീറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇവിടെ എടുക്കുന്നത് ശർക്കരയാണ്. ഞാൻ ഈ എടുത്തേക്കുന്ന സ്പൂൺ കണ്ടില്ലേ, അതിലൊരു സ്പൂൺ ആണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര മുഴുവനായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് ശർക്കര പാനിയായിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്റെ ശർക്കര പൗഡർ ഉള്ളത് കൊണ്ടാണ്, ജാഗരി പൗഡർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. തിരിച്ചു മറിച്ചിട്ട് നമ്മുടെ മാമ്പഴം വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. സോ 2 to 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കാം, ഒരു പച്ചമുളക്, കുറച്ച് ജീരകം, പിന്നെ കുരുമുളകിന്റെ പൗഡർ ആണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുരുമുളക് അങ്ങനെയാണ് ഉള്ളതെങ്കിൽ അത് മുഴുവനോടെ ഒരു കുറച്ച് 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്റെ പൗഡർ ഓൾറെഡി പൊടിച്ചത് ഉള്ളത് കൊണ്ടാണ് വേസ്റ്റ് ആക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പൗഡർ ആയിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. എന്നിട്ട് വെന്ത് കിടക്കുന്ന നമ്മുടെ മാമ്പഴത്തിന്റെ കൂട്ടിലേക്ക് അതങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് കട്ട തൈരാണ്. ഈ തൈര് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ അരപ്പരച്ച ജാർ ഉണ്ടല്ലോ അതിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒരു 2 to 3 ടേബിൾ സ്പൂൺ തൈര് എടുത്ത്, കട്ട തൈര് എടുത്തിട്ട് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം എന്റെ കറി അത്യാവശ്യം ലൂസ് ഉണ്ട്. അപ്പൊ ഇനിയും ഞാനത് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളമായി പോകും. സോ എനിക്ക് കുറച്ച് തിക്നെസ് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങളുടെ മാമ്പഴ പുളിശ്ശേരി നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസ് ആക്കണമെങ്കിൽ അത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി മറക്കാനാവാത്ത ഒരു രുചിക്കൂട്ടായിട്ട് മാറുന്നത് എപ്പോഴാണെന്നറിയോ? ഈ ഒരു രഹസ്യ കൂട്ട് ചേർക്കുമ്പോഴാണ്. നല്ല നെയ്യില് കടുകും മുളകും കറിവേപ്പിലയും കൂടെ വറുത്ത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിൽ ചേർത്താലുണ്ടല്ലോ, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി കഴിച്ചവരാരും പിന്നീട് ഇത് ഒരിക്കലും മറക്കത്തില്ല.